ഓക്കെ ഗൈസ്, സോ ഫൈനൽ എക്സാം ഡേ ആയേക്കാണ്. സോ മെഷീൻ ലേണിംഗ് ആണ് ഗൈസ് എന്ന സബ്ജക്റ്റ്. പേടിയുണ്ട് ബിക്കോസ് എന്താവുമെന്ന് കണ്ടറിയണം. ബിക്കോസ് അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണ്, എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ലൈക്ക് ക്വസ്റ്റ്യൻ കണ്ട് തന്നെ മനസ്സിലാക്കി അതിനനുസരിച്ച് എഴുതി വെക്കുന്നതനുസരിച്ചിരിക്കും. സോ എഴുതാൻ തോന്നണം, മനസ്സിലോട്ടാകുമ്പോൾ പോയിൻ്റൊക്കെ വരണം, എന്തെങ്കിലും കണ്ടറിയാം. ഫുൾ റെഡിയായി. എന്നിട്ട് നമ്മളിപ്പോൾ പോവാണ് 12:50. സോ ലെറ്റ്സ് സീ എന്താവുമെന്ന്. സോ ഗൈസ്, എക്സാം തീർന്നു. ആൻഡോണ നമ്മുടെ പരിപാടി എന്താ? ടെഡെക്സിന്റെ പരിപാടികളാണ് ഗൈസ്. അങ്ങനെ ഗൈസ് നല്ല റെയിൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് റൂമിൽ കയറാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ എക്സാംസ് എല്ലാം തീർന്നു. സത്യം പറഞ്ഞ എക്സാം തീർന്നു എന്നിങ്ങനെ ഡൈജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പത്തേക്കും നേരത്തെ കണ്ടില്ലേ ടെഡെക്സിന്റെ ഇവന്റ് നമുക്ക് അടുത്ത ദിവസങ്ങളിലാണ് വരുന്നത്. അപ്പൊ അതിന്റെയൊക്കെ നമ്മൾ തിരിച്ചു വരും, വീട്ടിൽ പോയിട്ട് തിരിച്ചു വരും. ഇന്ന് വീട്ടിൽ പോകണമെങ്കിൽ നമ്മൾ ഇന്ന് പാക്ക് ചെയ്യണം. ആൻഡ് ഞാൻ വീട്ടിൽ ഇപ്പൊ ഏകദേശം പോയിട്ട് ഇപ്പോൾ 1 മാസം ആവുന്നു. ബുക്ക് തുടങ്ങി, ലാപ്ടോപ്പ് തുടങ്ങി, എത്ര സാധനങ്ങൾ ഈ അലമാരയിൽ ഇരിക്കുന്ന കുറച്ച് തുണി. പിന്നെ ഇനിയും May 2-ാം തീയതി ടെഡെക്സിന് തിരിച്ച് വരുന്നുണ്ടായോണ്ട് അന്ന് കുറച്ച് സാധനം കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഇപ്പത്തേക്ക് വേണ്ടിയത് നമ്മളിപ്പോൾ കൊണ്ടുപോയാൽ പറ്റുള്ളൂ. ഇന്ന് ഒരു മെജോറിറ്റി കൊണ്ടുപോകണം, ഇൻക്ലൂഡിങ് ലാപ്ടോപ്പ് ഒക്കെ ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. അപ്പം ലാപ്ടോപ്പാണ് നമുക്ക് വേണ്ടിയത്. ഇനി നോക്കിക്കോ, നമ്മുടെ കുറച്ച് പരിപാടി നമ്മൾ ലെവലപ്പ് ചെയ്യണം. അയ്യോ, അതൊക്കെ ചെയ്യേണ്ടിയായി. കാരണം പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഓരോന്ന് അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ ഞാനിങ്ങനെ എക്സാം തീരട്ടെ, എന്നിട്ട് നമ്മളത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ ഭയങ്കര പ്ലാനിങ് ആയിരിക്കും. ഒന്നാമത് ഇപ്പോഴത്തെ ചൂട് വെള്ളം ഒരുങ്ങുന്ന പോലെ ഒരുങ്ങിക്കൊണ്ടായിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഒന്ന് യൂണിഫോം മാറ്റി ഒന്ന് ഫ്രഷായി എന്നിട്ട് ബാഗ് പാക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഗൈസ്, ഈ ഒരു ബുക്ക് ഞാനൊരു ചേച്ചിയുടെ കയ്യിൽ കണ്ടിട്ട് കഴിഞ്ഞ ദിവസം മേടിച്ചതാ. തന്നെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലപോലെ വായിച്ച് അവരുടെ ബിലീഫ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഞാൻ എന്തായാലും ഈ ബുക്ക് മേടിക്കും. ഇപ്പം നമുക്കിത് കൊണ്ടുപോയി തിരിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. എൻ്റെ പൊന്നെ, നമ്മൾ ഇന്നലെ രാത്രി ഒരു 9:30 കഴിഞ്ഞപ്പോൾ നമ്മൾ എത്തി. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു, ഫുഡ് കഴിച്ചു, ഇവരോടൊക്കെ വിശേഷം പറഞ്ഞു. പിന്നെ രാത്രി ആയി കിടന്നപ്പോൾ ലേറ്റായി എല്ലാം. ഓഫ്കോഴ്സ് നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്തിട്ടൊക്കെ വന്നതല്ലേ. അയ്യോ, കുറച്ച് ദിവസമായിട്ട് ഉറക്കമില്ലാത്തതിൻ്റെ ഒക്കെ കൈസ് ഇത് ഫേസിൽ കാണാനുണ്ട്. ഇന്നാണെങ്കിലും കുറേ നേരം ഞാൻ ഉറങ്ങിയില്ല. ഒരു 9 മണിയായപ്പോൾ ഞാൻ എണീറ്റു. ഗൈസ്, ഞാൻ ഇന്നുകൊണ്ട് എടുത്തേക്കുന്ന ഒരു പുതിയ ഡിസിഷനാണ്. ഞാൻ ലാപ്ടോപ്പ് ഓൺ ആക്കുന്നതിന് മുമ്പ് ആദ്യം ഞാൻ ബുക്ക് തുറക്കും. ഇഫ് യു ഡോണ്ട് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് അവർ ഡേ ദെൻ ഹു എൽസ് വിൽ. ബുക്ക് തുറന്നിട്ട് ഇന്ന് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളും എല്ലാം പ്ലാൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു ഡിവൈസിൽ കയറി പോകത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തുറക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഇമെയിൽ അല്ലെങ്കിൽ യൂട്യൂബ്. അപ്പം അങ്ങനെ ഓരോന്നിൻ്റെ പുറകെ പോയിട്ട് നമ്മൾ അവസാനം ചെയ്യാൻ തുടങ്ങിയതായിരിക്കില്ലേ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ പല ഡിവിഷൻസ് ഓഫ് ഇതാക്കിയിട്ടാണ് ഞാൻ ടു ഡു ലിസ്റ്റ് ഇട്ടത് കേട്ടോ. സോ ദാറ്റ് ഐ ഡോണ്ട് മിസ് ഔട്ട് എനിത്തിങ്. ഒരു ഡെയിലി ഗോൾ പോലെ ഞാൻ ജനറലായിട്ട് ഇപ്പം എഴുതിയേക്കുന്നത്. ബിക്കോസ് ഇതിനകത്ത് പല കാര്യങ്ങളും റെപ്പിറ്റേറ്റീവ് ആയിരിക്കും അടുത്ത ദിവസവും. സോ അപ്പം ഞാൻ വിചാരിച്ചു ജനറലായിട്ട് എഴുതിയിട്ട് ഇന്നിപ്പോൾ ഇതെല്ലാം ഉണ്ട്. ഇപ്പം കണ്ടന്റ് ക്രിയേഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഇന്ന് പ്രോജക്റ്റ് വർക്ക് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടണം. അപ്പം അതിൻ്റെ കൂടെ ബുക്ക് വായിക്കാൻ എടുത്തു വെച്ചേക്കുന്നു. എഴുതാൻ തുടങ്ങണമെന്നുണ്ട്, കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഓരോ വിഷയങ്ങളെ പറ്റി എഴുതണമെന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ഞാൻ ഈ ടെക് ന്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അറിയാൻ. പക്ഷെ ഞാൻ അതിനു വേണ്ടി ടൈം അലോട്ട് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞത് കുറച്ച് തീരുമാനങ്ങൾ എൻ്റെ മനസ്സിലുള്ളതാണ്. അതിൻ്റെ കൂടെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കണ്ടുപിടിച്ച് ചെയ്യണം. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇന്ന് രാത്രി കിടക്കാൻ പോകുമ്പോൾ അയ്യോ ഇന്നും അത് ചെയ്യണമെന്ന് വെച്ചിട്ട് ചെയ്തില്ല, മറന്നുപോയി എന്ന് പറയേണ്ടി വരില്ല. ഒരു പ്രത്യേക ഫീലാണ്. ചെറിയ ചൂടോടെ കുറച്ച് ഉപ്പിട്ട് ആ കഞ്ഞിവെള്ളം കുടിക്കുന്ന ഫീല്. ചൂട് പരം പൊരിഞ്ഞതും ചായയും കുടിച്ചോണ്ടിരിക്കുക. നമുക്കൊരു ചെറിയ മീറ്റിംഗ് ഉണ്ട്. അപ്പം മീറ്റിങ്ങിന് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരു കുട്ടി ബ്ലോഗ് ആയിരുന്നു ഗൈസ് നിങ്ങൾ കണ്ടത്. സോ ഇനി നമ്മൾ ഡെയിലി പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഒരു വീഡിയോ, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനനുസരിച്ച് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ലെറ്റ്സ് ജസ്റ്റ് ബിൽഡ് സംതിങ് ടുഗദർ. സോ സ്മൈൽ മോർ ആൻഡ് ബി യു.